കേരളത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ പാർലമെന്റിൽ ശബ്ദമുയർത്തുമെന്ന് നിയുക്ത MP കെ രാധാകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ തിരിച്ചടി സംബന്ധിച്ച് അടിത്തട്ടിൽ പരിശോധന നടത്തി മുന്നോട്ടു പോകുമെന്നും കെ രാധാകൃഷ്ണൻ 24-നോട് പറഞ്ഞു. ദിവ്യ SIയുടെ പ്രവർത്തനം പലപ്പോഴും ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്നും മുൻ മന്ത്രി പറഞ്ഞു. 24 പ്രതിനിധി R അച്യുതനുമായി രാധാകൃഷ്ണൻ സംസാരിക്കുന്നു. നിയുക്ത MP കെ രാധാകൃഷ്ണൻ ഇപ്പോൾ 24-നൊപ്പം ചേരുന്നു. കേരള രാഷ്ട്രീയത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. ഇനി ദേശീയ തലത്തിലുള്ള വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടാനുള്ള അവസരം കൂടി ലഭിക്കുകയാണ്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ നാളിതുവരെ പ്രധാനമായിട്ടും കേരളം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് ചെയ്യാവുന്ന. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭരണകൂടത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു ജനവിരുദ്ധ നിലപാടുണ്ട്. അതിനെതിരായിക്കൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിയെടുക്കാനും ദേശത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനും ഇടപെടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. സഭയിലേക്ക് വരുമ്പോൾ പ്രധാനമായും ഉയർത്താൻ ആഗ്രഹിക്കുന്നൊരു വിഷയം ഏതെങ്കിലും ഒരു കാര്യം മാത്രമല്ല, വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഉയർത്തിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തും. സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ഇപ്പോൾ MP ആണ്, മന്ത്രിയുമാണ്. കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം ഒരു ആശയവിനിമയമൊക്കെ നടത്താനുള്ള ഒരു ഇടമുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടി സഹായവും അല്ലെങ്കിൽ എല്ലാ സഹായങ്ങളും നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. മറ്റൊന്നൊരു ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ദിവ്യ അയ്യർ സ്നേഹാദരവോടുകൂടി ആലിംഗനം ചെയ്യുന്നൊരു ചിത്രമാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? അത് സ്നേഹം കൊണ്ട് തന്നെ ചെയ്തതാണ്. ഒരു പക്ഷേ ഈ പാവങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത അവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ട്രൈബൽ ഏരിയയിലൊക്കെ പോയി പല ഭൂമിയുടെ പ്രശ്നം, അവരുടെ മറ്റ് പാർപ്പിട പ്രശ്നം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ വലിയ താല്പര്യം എടുത്തിരുന്നു. അപ്പോൾ ആ പ്രവർത്തനത്തിൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധമായിരിക്കും. പൊതുവെ ഉയരുന്ന ആരോപണം ഒരു സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇതിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായതെന്നാണ്. അങ്ങനെ കാണുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഘടകം മാത്രം പ്രവർത്തിച്ചതുകൊണ്ടല്ല ഇടതുപക്ഷത്തിന് പരാജയം സംഭവിച്ചത്. ദേശീയ തലത്തിലുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത്. BJP ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോകണമെന്ന് മഹാഭൂരിപക്ഷം ആളുകളും ആഗ്രഹിച്ചു. അപ്പോൾ അതിന് ബദൽ എന്ത് ചെയ്യാൻ കഴിയും? അതിന് ഇടതുപക്ഷത്തിന് ശേഷിയുണ്ടോയെന്ന് ഒരുപക്ഷെ ജനങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിനുള്ള വെറുപ്പ് രേഖപ്പെടുത്തുകയല്ലേ ഇത്, മറിച്ച് ഭാവിയിൽ വരാം. ഇപ്പോൾ വന്നതിൻ്റെ അനുഭവമാണല്ലോ. 19-ലും കഴിഞ്ഞതിന് ശേഷം 20-ലും 21-ലും വന്ന മാറ്റം നമ്മൾ കണ്ടതാണല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്താൻ വേണ്ടി. ലോക്സഭയിലേക്ക് എത്തുമ്പോൾ കേരളത്തിൻ്റെ വിഷയങ്ങൾക്ക് മുൻതൂക്കം നൽകും. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടായത് അത് ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് ദേശീയ രാഷ്ട്രീയം നോക്കിക്കണ്ടുള്ള ഒരു ഫലമാണ് ഉണ്ടായത് എന്നുമാണ് കെ രാധാകൃഷ്ണൻ ഇപ്പോൾ 24-നോട് പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ആശിഷ് മട്ടിനോടൊപ്പം R അച്യുതൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.